ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ടോപ്പിക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിവിങ് എക്സ്പെൻസ് ഫോർ എ ഫാമിലി. അതായത് നിങ്ങളൊരു ന്യൂ ഇമിഗ്രൻ്റ് ആയിട്ട് കാനഡയായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ എക്സ്പെൻസസ് നിങ്ങൾക്ക് വേണ്ടി വരും. അതായത് നിങ്ങൾക്കൊന്ന് സർവൈവ് ചെയ്യാൻ, ഒരു ഫാമിലി ആയിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പെൻസസ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടി വരുന്നത് റെൻ്റാണ്. റെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ആണ് കാനഡയിൽ ഇപ്പം. നിങ്ങളൊരു ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റോ മറ്റോ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2000 to 2500 വരും. പിന്നെ അതിൽ കുറച്ച് കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. അവരേജ് എങ്ങനെ വന്നാലും ഒരു 2000 to 2500 വരും ഒരു ഫാമിലി. അതായത് നിങ്ങളൊരു ഹസ്ബൻഡ്, വൈഫ്, ഒരു കുട്ടിയായിട്ട് താമസിക്കുമ്പോൾ എന്തായാലും ഒരു സെപ്പറേറ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ റെൻറ്റിന് എടുക്കേണ്ടി വരും. ഏകദേശം ഒരു 2000 എങ്ങനെ വല്ലതും വരും. പിന്നെ നെക്സ്റ്റ് വരുമെന്ന് പറഞ്ഞാൽ ഗ്രോസറിയാണ്. ഗ്രോസറി ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് കാനഡയിൽ ഇപ്പോൾ. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫാമിലി ആണെങ്കിൽ ഒരു 800 to 1000 എങ്ങനെ വല്ല ആവറേജ് വരും. നിങ്ങളധികം അതായത് നിങ്ങൾ ഒത്തിരി ചിലവ് കുറച്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എങ്ങനെ പോയാലും ഒരു $800 to $1000 ഗ്രോസറി നിങ്ങൾ മുടക്കേണ്ടി വരും മന്ത്ലി, ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന യൂട്ടിലിറ്റീസാണ്. യൂട്ടിലിറ്റീസ് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ്, നമ്മുടെ കറണ്ട് ബില്ല്, പിന്നെ നമ്മുടെ ഹീറ്റിംഗ് ബില്ല് നമ്മൾ സമ്മർ ടൈമിൽ കുഴപ്പമില്ല, പക്ഷേ വിൻ്റർ ടൈം ആകുമ്പോൾ ഹീറ്റിംഗ് എന്തായാലും നമുക്ക് ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ യൂട്ടിലിറ്റീസിൻ്റെ പേയ്മെൻറ്റ് എന്തായാലും കൂടും. സമ്മർ ടൈമൊക്കെയാണ് ഒരു ആവറേജ് നമുക്കൊരു ഇൻ്റർനെറ്റും ഇലക്ട്രിസിറ്റി എല്ലാം കൂടി ഒരു 150 നമുക്ക് ഒതുക്കാൻ പറ്റും. പക്ഷേ ബട്ട് ഇൻ വിൻ്റർ ടൈം ആകുമ്പോഴത്തേക്കും അത് എന്തായാലും കുറച്ച് കൂടും. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2 months ഇങ്ങനെ വല്ല ഒരു 600 to 700 ഒക്കെ നമുക്ക് വരും യൂട്ടിലിറ്റീസ് ആണെങ്കിൽ. പിന്നെ വരുന്നത് നമുക്ക് ഫോൺ എടുക്കുന്നത്, അതായത് നമുക്ക് സെൽ ഫോണിൻ്റെ കണക്ഷൻ എടുക്കുന്നത്. അപ്പം ഹസ്ബൻഡ് വൈഫാണെങ്കിൽ 2 കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വന്നാലും ഒരു മിനിമം ഒരു $100 ഒക്കെ വരും 2 പേർക്കും കൂടി. അതിലും കുറഞ്ഞ പ്ലാനുകൾ എടുക്കുകയാണെങ്കിൽ നല്ലത്, കിട്ടിയാൽ നമുക്ക് നല്ലത്. പ്ലാനുകളുണ്ട്, നമ്മൾ കുറച്ച് കൂടിയ പ്ലാൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 50 + 50 $100 വരും. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് ചിലവ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ ടൗണിലൊക്കെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകണമെന്നില്ല. അപ്പം മേ ബി നമ്മൾ ചിലപ്പോൾ ഒരു യൂസ്ഡ് കാർ വാങ്ങേണ്ടി വരുന്നേക്കാം. യൂസ്ഡ് കാർ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ യൂസ്ഡ് കാർ അല്ല, സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് പേയ്മെൻറ്റുകളുണ്ട്. മന്ത്ലി പേയ്മെൻറ്റ്, ബൈ വീക്ക്ലി ആയിരിക്കും നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. പിന്നെ കാറിനൊരു ഇതുണ്ടാവുമല്ലോ, നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പോൾ ഇൻഷുറൻസ് ഏകദേശം ഒരു ചെറിയ ടൗണൊക്കെയാണ് 150 ഒക്കെ ആകും. വലിയ ടൗൺ ആകുമ്പോഴത്തേക്ക് അത് കൂടും, ഓൾമോസ്റ്റ് ലൈക്ക് 250 350 ഒക്കെ ആകാം ഇൻഷുറൻസ്. അപ്പോൾ അതൊരു എക്സ്പെൻസാണ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ആ എക്സ്പെൻസ് അവിടെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു മെയിൻ എക്സ്പെൻസ് വരുന്നത് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ ഡേ കെയറിൽ വിടേണ്ടി വരും. ഇപ്പോൾ ഡേ കെയറിൽ വിടുകയാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫും വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഡേ കെയറിൽ വിടാതെ വേറെ മാർഗ്ഗമില്ല. ഇപ്പോൾ ഡേ കെയർ ആകുമ്പോൾ മിനിമം ഒരു ഡേ കെയറിൻ്റെ ശരിക്കും ഒരു മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 1200 ഒക്കെയാണ്. പക്ഷേ നമുക്ക് ഗവൺമെൻറ് സബ്സിഡിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സബ്സിഡി അപ്ലൈ ചെയ്താലും നമ്മൾ ചിലപ്പോൾ അതിന് ഹാഫാക്കി മാറ്റാം. അപ്പം എന്നാലും നമുക്കൊരു 500 ഒക്കെ അടയ്ക്കേണ്ടി വരും. പിന്നെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോയി നമ്മൾ ഫുഡ് കഴിക്കുന്നത്, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന എക്സ്പെൻസുകളാണ്. എന്നാലും നമ്മൾ പുറത്തൊക്കെ ഇടയ്ക്കൊക്കെ പോയി ഫുഡ് കഴിക്കേണ്ടി വരുമല്ലോ, ഫാമിലിയായിട്ടൊക്കെ ഫുഡ് കഴിക്കും. അപ്പോൾ ഒരു മന്ത്ലി അതിനുവേണ്ടി ചെറിയൊരു എമൗണ്ട് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ഒരു മേ ബി അത് നമ്മൾ എത്രത്തോളം നമ്മൾ ചിലവാക്കുന്നതനുസരിച്ചിരിക്കും. അറ്റ്ലീസ്റ്റ് 300 to 500 ഒക്കെ ചിലപ്പം ചിലവായിന്ന് വരാം. നമ്മളെങ്ങനെ ചിലവാക്കുന്നു എന്ന് അനുസരിച്ചിരിക്കും. അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ചിലവുകളാണ്. മെയിനായിട്ട് നമ്മൾ ഇതൊക്കെയാണ് ഒരു ഫാമിലിക്ക്, ഒരു ചെറിയ ഫാമിലിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി വേണ്ട ടോട്ടൽ എക്സ്പെൻസ്. ഞാൻ പറഞ്ഞ എക്സ്പെൻസുകളാണ് നമുക്കൊരു സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എക്സ്പെൻസുകൾ. അപ്പോൾ ടോട്ടൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 4000 ഇൻ ബിറ്റ്വീൻ, ഞാനൊരു റഫ് കണക്ക് പറയാണ്, എങ്ങനെ വല്ല ഒരു മിനിമം 4000 to ബിറ്റ്വീൻ 4000 6000 അങ്ങനെ വല്ലതും വരും. അപ്പം നിങ്ങളൊരു ന്യൂ ഇമിഗ്രൻ്റ് ആയിട്ട് കാനഡയിലേക്ക് വരികയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം പെട്ടെന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഡയറക്റ്റ് PR-ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നില്ല. അപ്പം ഈ എക്സ്പെൻസുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഓൾമോസ്റ്റ് ലൈക്ക് പെട്ടെന്ന് ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഒരു 1 month സർവൈവ് ചെയ്യാൻ ഒരു ഫാമിലിക്ക് ഒരു 5000 നിങ്ങൾ കരുതണം. അതായത് ഒരു മാസത്തേക്ക് നിങ്ങൾ ജോലി കിട്ടുന്നതും വരെ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.